നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് സഹോദരിമാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സഹോദരൻ മരിച്ച നിലയിൽ. തഴമ്പാട്ടുതാഴം സ്വദേശി പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് കുയ്യാലിപ്പുഴയുടെ തീരത്ത്. കിണറ്റിൽ വീണ വയോധികയ്ക്ക് രക്ഷകരായി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത് 90-കാരിയായ കോഴിക്കോട് കുരുവട്ടൂർ സ്വദേശിനി അമ്മുക്കുട്ടി അമ്മയെ. ATMിലെ കവർച്ചാശ്രമം കയ്യോടെ പിടികൂടി പോലീസ്. കള്ളൻതോട് SBI ATMിലാണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കവർച്ചാശ്രമം നടത്തിയത്. അസം സ്വദേശി ബാബുൽ ഹക്ക് പിടിയിൽ. കേന്ദ്ര സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ക്ഷണം. VK ബാവയ്ക്ക് ക്ഷണം. കേന്ദ്ര കുടിവെള്ള ശുചിത്വ മന്ത്രാലയത്തിന്റെ അതിഥിയായി. അവസരം നൽകിയത് മികവ് തെളിയിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ. 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി. ഗഫൂർക്കായ്ക്ക് വമ്പൻ സ്വീകരണമൊരുക്കി നാട്ടുകാർ. വിമാനത്താവളത്തിൽ നിന്നും KSRTC ബസിൽ നാട്ടിലെത്തിച്ച് സ്വീകരണം. പാലക്കാട് വീട്ടിൽ നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പാമ്പിനെ പിടികൂടിയത് പ്രഭാപുരം സ്വദേശി സൈതലവിയുടെ വീട്ടിൽ നിന്ന്. കോതമംഗലത്ത് പരസ്യ ബോർഡിന്റെ ഗ്രില്ലുകൾക്കിടയിൽ കുരുങ്ങിയ കാക്കയെ രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് തഴമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയായ സഹോദരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തഴമ്പാട്ട് താഴം സ്വദേശി പ്രമോദിനെയാണ് തലശ്ശേരി കുയ്യാലിപ്പുഴയുടെ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. വയോധിക സഹോദരിമാരുടെ മരണത്തിൽ പ്രതികളായ സഹോദരൻ പ്രമോദിനായുള്ള തെരച്ചിൽ ഊർജിതമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അടുത്ത ബന്ധുവിനെ വിളിച്ച് തന്റെ ഒരു സഹോദരി മരിച്ചുവെന്ന് വിവരം അറിയിക്കുകയും ഇതേ തുടർന്ന് ബന്ധു വീട്ടിലെത്തി അയൽക്കാരുടെ സഹായത്തോടുകൂടി പരിശോധന നടത്തിയപ്പോഴാണ് 2 സഹോദരിമാരെയും മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. പൊതുദർശനത്തിന് പര്യാപ്തമായ രീതിയിൽ കട്ടിലിൽ വെള്ളത്തുണി പുതപ്പിച്ച് കിടത്തിയ അവസ്ഥയിലായിരുന്നു മൃതശരീരം. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രമോദിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തില്ല. ഇതോടുകൂടി പ്രമോദാണ് പ്രതിയെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ പരിശോധനയിൽ ഏറ്റവും ഒടുവിൽ ഫാറൂഖ് ഭാഗത്ത് പ്രമോദ് എത്തിയതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പ്രമോദിനെ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലുമായിരുന്നു. പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി പോലീസ് പരിശോധനകൾ ഊർജിതമായ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് തലശ്ശേരി ബീച്ചിന് അടുത്ത് വെച്ചുള്ള പുഴയോരത്ത് പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് മൃതശരീരം കണ്ടെത്തിയത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളിലാണ് മരിച്ചത് പ്രമോദ് തന്നെയെന്ന് കണ്ടെത്തുകയും പിന്നീട് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി തലശ്ശേരി ആശുപത്രിയിലേക്ക് മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്ത്. എന്തായാലും ഈ 2 സഹോദരിമാരോടൊപ്പം 3 വർഷമായി ഈ തടമ്പാട്ട് താഴത്തെ വീട്ടിലാണ് പ്രമോദ് താമസിച്ചുകൊണ്ടിരുന്നത്. പ്രമോദിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം ആരോഗ്യപരമായ നിരവധി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. താൻ മരിച്ചുപോയാൽ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഈ സഹോദരിമാരുടെ ആ ജീവിതം എന്തായിത്തീരും, അല്ലെങ്കിൽ അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക പ്രമോദിനെ അലട്ടിയിരുന്നിരിക്കാം എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം സ്ഥലത്ത് നിന്നും മുങ്ങിയത്. സ്വയം ജീവൻ ഒടുക്കാൻ തന്നെ ആയിരിക്കാം പ്രമോദ് തീരുമാനിച്ചത് എന്ന ഒരു നിഗമനത്തിലും പോലീസ് എത്തുന്നുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകങ്ങൾക്കും ആത്മഹത്യയ്ക്കും പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിച്ച് വരുന്നു. കഴിഞ്ഞ ദിവസമാണ് തടമ്പാട്ട് താഴത്തെ വീട്ടിൽ വയോധികരായ സഹോദരികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിയാകൃഷ്ണയുടെ ബൊട്ടിക്കിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ 2ാം പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച്. QR കോഡ് മാറ്റി സ്ഥാപിച്ച് 40 ലക്ഷം രൂപ 2ാം പ്രതിയായ യുവതി തട്ടിയെടുത്തതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തട്ടിയെടുത്ത പണം കൂട്ടുപ്രതികളായ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീതിച്ച് നൽകിയതായും സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായ ദിവ്യ ഫ്രാങ്ക്ലിൻ ക്രൈംബ്രാഞ്ച് സംഘത്തോട് വെളിപ്പെടുത്തി. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയ
വിനീത രാധാകുമാരി എന്നിവരുമായി OBYOC എന്ന ബൊട്ടീക്കിൽ നടത്തിയ തെളിവെടുപ്പിൽ തട്ടിപ്പിലൂടെ കൂടുതൽ തുക എത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വലിയതുറ സ്വദേശിനി ദിവ്യ ഫ്രാങ്ക്ലിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. കേസിലെ രണ്ടാം പ്രതിയായ ദിവ്യയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് 40 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായി സ്ഥിരീകരിച്ചത്. തട്ടിയെടുത്ത പണം എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് യുവതിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങൾ പൈസ കിട്ടിയാൽ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു 1500 രൂപ കിട്ടി, അപ്പം എന്ത് ചെയ്യും? വീട് അപ്പോൾ തന്നെ അതെങ്ങനെ ഗൂഗിൾ പേ ചെയ്തു? അതായത് ഇവിടുന്ന് ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ ആൾക്കാരെ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അതുപോലെ ക്രമക്കേടിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും വാങ്ങിയതായും പ്രതി മൊഴി നൽകി. അതേസമയം അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങളോടും പരസ്പര വിരുദ്ധമായാണ് ദിവ്യ പ്രതികരിച്ചത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ദിവ്യയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് കിണറ്റിൽ വീണ 90-കാരിയെ രക്ഷിച്ച് ഫയർഫോഴ്സ്. കുരുവട്ടൂർ സ്വദേശിനി അമ്മുക്കുട്ടി അമ്മയാണ് കിണറ്റിൽ വീണത്. കിഴക്കങ്ങോട്ടെ വീട്ടിലെ കിണറ്റിലാണ് വയോധിക വീണത്. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കിണറിലെ മോട്ടറിന്റെ ഹോസിൽ പിടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത്. പാലക്കാട് തിരുമിറ്റക്കോടിൽ കിണറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുമിറ്റക്കോട് ഒഴുവത്ര സ്വദേശിനി രമണിയാണ് മരിച്ചത്. രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. മരണകാരണം വ്യക്തമല്ല. പാലക്കാട് പ്രഭാപുരത്ത് വീട്ടിൽ നിന്ന് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പ്രഭാപുരം സ്വദേശി സൈദൽ അവിയുടെ വീട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടിച്ചത്. വീടിന്റെ മുൻവശത്തു നിന്നും കൂട്ടിയിട്ട ഇലകൾക്കിടയിലായിരുന്നു പാമ്പുണ്ടായിരുന്നത്. പാമ്പ് പിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസ് എത്തി പാമ്പിനെ പിടികൂടി. അടിമാലി ആനച്ചാലിൽ ഫർണിച്ചർ കട കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു തീപിടുത്തം. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായത്. 5 നില കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയ്ക്ക് ക്ഷണം. കേന്ദ്ര കുടിവെള്ള ശുചിത്വ മന്ത്രാലയത്തിന്റെ അതിഥിയായി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. മികവ് തെളിയിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണ് അവസരം നൽകിയത്. ശുചിത്വം, ODF+, ജൽ ജീവൻ മിഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചതിനാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളിലൂടെ സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ടുകളുടെ കൃത്യമായ വിനിയോഗം, തുടർച്ചയായ IEC പ്രവർത്തനങ്ങൾ, ഖര ദ്രവ മാലിന്യങ്ങളുടെ പരിപാലനം, എല്ലാത്തരം അജൈവ മാലിന്യങ്ങളുടെയും കൃത്യമായ ശേഖരണവും കൈമാറ്റവും, കുടിവെള്ളം, ആരോഗ്യം, ശുചിത്വ മേഖലകൾക്കായി പദ്ധതി തുകയുടെ വലിയ ശതമാനം നീക്കിവെച്ചതുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനം എന്നിവ പരിഗണിച്ചാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് ഈ അവസരം ലഭിച്ചത്. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുചിമുറികൾ, കമ്പോസ്റ്റ് പിറ്റുകൾ, റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളും സോക്കേജ് പിറ്റുകളും സ്ഥാപിക്കൽ, പൊതു ശൌചാലയങ്ങളുടെ നിർമ്മാണവും തുടർപരിപാലനവും, മികച്ച ഹരിതകർമ്മസേനയും അജൈവ മാലിന്യ പരിപാലനവും, ആധുനിക രീതിയിലുള്ള അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രവും അനുബന്ധ സൗകര്യങ്ങളും തുടങ്ങി ODF+ മോഡൽ പഞ്ചായത്ത് എന്ന പദവി നേടിയെടുത്തതും അംഗീകാരത്തിന് കാരണമായി.
പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, PM വിശ്വകർമ്മ യോജന, സക്ഷം അംഗൻവാടി, പോഷൻ അഭിയാൻ, PM മാതൃവന്ദന യോജന തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നും ആകെ 4 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. വോട്ടർ പട്ടിക വിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണവും വീണ്ടും ചർച്ചയാവുകയാണ്. എം മണി ആദ്യ തവണ നിയമസഭയിലെത്തിയത് ഇരട്ട വോട്ട് നേടിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടർമാരുണ്ടെന്നും ആരോപണമുണ്ട്. 2016-ൽ എം മണി കോൺഗ്രസിലെ സേനാപതി വേണുവിനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയത് 1109 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള ഇരട്ട വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാനായി CPM പ്രവർത്തകർ മണ്ഡലത്തിൽ എത്തിച്ചതായി കോൺഗ്രസ് അന്നേ ആരോപണം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ എം മണിയുടെ നേതൃത്വത്തിൽ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നടക്കം തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയായിരുന്നുവെന്നാണ് ആരോപണം. അന്ന് ഏകദേശം 10,000-ഓളം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന എം മണി തന്നെ നേരിട്ടാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും തമിഴ് തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും നടപടിയുണ്ടായില്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ വ്യക്തമാണ്. ഇരട്ട വോട്ട് പദവി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. ആ ഇരട്ട വോട്ട് പദവി കണ്ടെത്തിക്കൊണ്ട് അത് ഒറ്റ ഏകീകൃതമായിട്ടുള്ള വോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മാറും? ജില്ലയിലെ സ്ഥിരം തോട്ടം തൊഴിലാളികൾക്ക് പുറമെ താൽക്കാലികമായി വന്നു മടങ്ങുന്നവരെയും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇരു സംസ്ഥാനങ്ങളിലും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇരട്ട വോട്ടർമാരെ മഷി മായിച്ച് കേരളത്തിൽ എത്തിക്കുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പാക്കി മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെ കരസ്ഥമാക്കിയ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ കോടികളുടെ അഴിമതിയെന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ കണ്ടെത്തൽ. തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിലും മെറ്റീരിയൽ പർച്ചേസിലുമാണ് കോടികളുടെ അഴിമതിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. റവന്യൂ റിക്കവറി ഉൾപ്പെടെ നടത്തി 30 ദിവസത്തിനുള്ളിൽ കുറ്റക്കാരിൽ നിന്ന് തുക കണ്ടെത്തി പൊതുഖജനാവിൽ അടയ്ക്കാനും ഓംബുഡ്സ്മാന്റെ ഉത്തരവുണ്ട്. 2021 മുതൽ 24 കാലഘട്ടം വരെ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ 125-ൽ പരം ഗ്രാമീണ റോഡുകളുടെയും കുളങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതിയാണ് ഓഡിറ്റിംഗിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി 80,97,66,000 രൂപ NREGS ഫണ്ടിലൂടെ പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. പ്രാദേശിക കരാറുകാരുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയ റോഡ് നിർമ്മാണത്തിൽ 3 കോടിയോളം രൂപയുടെ പാറ വേസ്റ്റുകൾ റോഡിന്റെ നിർമ്മാണത്തിനുപയോഗിച്ച് അഴിമതി നടത്തിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. റോഡ് നിർമ്മാണ ചട്ടപ്രകാരം ചതുപ്പ് നിലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും മാത്രം ഇത്തരം പാറ വേസ്റ്റുകൾ ഉപയോഗിച്ച് നിരത്തിയ ശേഷം റോഡിന്റെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കാവൂ എന്നിരിക്കെ ഈ കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച മുഴുവൻ റോഡുകളിലും പാറ വേസ്റ്റുകൾ ഉപയോഗിച്ച ശേഷമാണ് കോൺക്രീറ്റ് നടത്തിയതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. പരാതിയെ തുടർന്ന് സംസ്ഥാന ഓഡിറ്റിംഗ് വിഭാഗം നിർമ്മാണം പൂർത്തിയാക്കി ബില്ലുകൾ മാറിയ റോഡുകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത് തെളിഞ്ഞത്. ഇതിലൂടെ 2,40,00,000-ഓളം രൂപയുടെ പൊതുനഷ്ടമാണ് ഖജനാവിലുണ്ടായതെന്നാണ് NREGS ഓംബുഡ്സ്മാന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ഗഫൂർ കെയ്ക്ക് വമ്പൻ സ്വീകരണമൊരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. മലപ്പുറം മാറാക്കര സ്വദേശി തയ്യിൽ ഗഫൂറിനാണ് വാടകയ്ക്കെടുത്ത KSRTC ബസ്സിൽ വിമാനത്താവളത്തിൽ നിന്നും നാട്ടിലെത്തിച്ച് സ്വീകരണ പരിപാടി ഒരുക്കിയത്. മാറാക്കര മരുതിൻചിറ സ്വദേശിയായ തയ്യിൽ ഗഫൂർ 51 വർഷമായി വിദേശത്താണ്. ഇത്രയും കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ എത്തിയ നാട്ടുകാരുടെ സ്വന്തം ഗഫൂർക്കായ്ക്ക് വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് ഇവർ ഒരുക്കിയത്. KSRTC ബസ് വാടകയ്ക്കെടുത്ത് അതുമായാണ് നാട്ടുകാർ UAE-യിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ ഗഫൂറിനെ കയറ്റി ആഘോഷത്തോടെ നാട്ടിലെത്തിച്ചത്.
അനൗൺസ്മെന്റിന്റെയും പടക്കത്തിന്റെയും അകമ്പടിയോടെയുള്ള ഗംഭീര വരവേൽപ്പിനാണ് എല്ലാവരും സാക്ഷിയായത്. UAE-യിൽ കുറെ സുഹൃത്തുക്കളും സംഘടനകളും ചേർന്നാണ് ഇദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. നാട്ടിലെത്തിയപ്പോൾ അതിനേക്കാൾ വലിയ വരവേൽപ്പ്. പ്രതിഫലേച്ഛയില്ലാതെയുള്ള സഹായം ചെയ്യുന്ന ഗഫൂറിനെ അത്രയും സ്നേഹത്തോടെയാണ് നാട്ടുകാർ ചേർത്ത് നിർത്തിയത്. നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പ്രവാസികളെയെല്ലാം UAE-യിൽ എത്തിച്ചത് തയ്യൽ ഗഫൂറാണ്. ജോലി ആവശ്യവുമായി സമീപിച്ചവരെയെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് ഗഫൂർ വിദേശത്തേക്ക് കൊണ്ടുപോയത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു പോന്നു. ഒരുപാട് സ്വീകരണങ്ങളാണ് എനിക്ക് ദുബായിൽ കിട്ടിയിട്ടുള്ളത്. എന്റെ കുലീഗ് ആയിട്ടും എന്റെ സുഹൃത്തുക്കളും ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടുന്നും പല സ്വീകരണങ്ങളും എനിക്ക് കിട്ടി. നമ്മുടെ ദുബായ്, മലപ്പുറം ജില്ല KMCC, കോട്ടകൽ നിയോജക മണ്ഡലം, മാറാക്കര പഞ്ചായത്ത്, ഇവരെല്ലാം എനിക്ക് സ്വീകരണം കാര്യങ്ങളെല്ലാം യാത്രയപ്പ് തന്നു. തയ്യൽ ഖാദർ ഹാജി ബിരിയാമു ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തയാളാണ് ഗഫൂർ. സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത ഗഫൂർ 13-ാം വയസ്സിലാണ് ഉപ്പയുടെ കൂടെ വിദേശത്തെത്തിയത്. 65-കാരനായ ഗഫൂറിന് KKP പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ന്യൂസ് 18 തിരൂർ. മലപ്പുറം മഞ്ചേരിയിൽ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രിയെ അനുകൂലിച്ച് CPIM പ്രവർത്തകരും സ്ഥലത്തെത്തി. കോഴിക്കോട് ചാത്തമംഗലത്ത് ATM-ൽ മോഷണ ശ്രമം നടത്തിയാൽ പിടിയിൽ. അസം സ്വദേശിയായ ബാബുലാണ് പിടിയിലായത്. പുലർച്ചെ 2:30-യോടെയാണ് മോഷണ ശ്രമം നടന്നത്. ഇത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പ്രതി 2 മാസം മുൻപാണ് കളൻതോട് വാടക ക്വാർട്ടേഴ്സ് എടുത്ത് മോഷണം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറയുന്നു. കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം. നടക്കാവ് മിനി ബൈപ്പാസിലെ ഔട്ട്ലെറ്റിലാണ് സംഭവം. പൂട്ട് തകർക്കാനുള്ള ശ്രമം സെക്യൂരിറ്റി ജീവനക്കാർ കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. 2 പേരാണ് മോഷണ സംഘത്തിലുള്ളതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാട്ടാന ആക്രമണ ഭീതിയിലാണ് പീരുമേട്ടിലെ പ്ലാക്കത്തടത്തുള്ളവർ. കഴിഞ്ഞ ദിവസം 4 വീടുകൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തുന്നത്. മുൻപും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് പ്ലാക്കത്തടം. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന 4 വീടുകളുടെ ജനാലച്ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു. ഒരു വീടിനോട് ചേർന്ന് ബേക്കറിക്കായി പണി കഴിപ്പിച്ച ഷെഡും ഇവിടെ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളടക്കമുള്ള സാധനങ്ങളും നശിപ്പിച്ചു. വാളാംതോട്ടിൽ ഷെറിന്റെ വീടിന്റെ അടുക്കള വശത്തെത്തിയ ആന ഭിത്തി ഇടിച്ചിട്ടു. പടിഞ്ഞാറേപ്പുരയ്ക്കൽ PK സാബുവിന്റെ വീടിന്റെ സിറ്റൌട്ടിൽ കയറിയാണ് ആന നാശം വിതച്ചത്. പ്രദേശവാസികൾ സംഘം ചേർന്ന് ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചുമാണ് കാട്ടാനകളെ തുരത്തിയത്. ആനക്കൂട്ടം വീടുകളിലേക്ക് എത്തി ആക്രമണം തുടങ്ങിയതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ തന്നെ 4 വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ജനങ്ങളാകെ ഭീതിയിലാണ്. ഇന്ന് രാത്രിയിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാട്ടാനകളുടെ അതിരൂക്ഷമായ ശല്യമാണ്. പ്രദേശത്ത് നാളുകളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം വിളകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശത്തെ തുടർന്ന് സാമ്പത്തിക നഷ്ടമുണ്ടായതിനാൽ പല കർഷകരും കൃഷി ഉപേക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലാക്കത്തടം, തോട്ടപ്പുര മേഖലകളിലായി 1 ഡസനിലധികം ആനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇവയെ തുരത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം ടൗണിൽ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിന്റെ ഗ്രില്ലുകൾക്കിടയിൽ കുരുങ്ങിയ കാക്കയെ രക്ഷപ്പെടുത്തി. ഗ്രില്ലിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന രീതിയിൽ തൊട്ടടുത്ത സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കാക്കയെ കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് കാക്കയെ രക്ഷിച്ചത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് കാട്ടിത്തരികയാണ് കോതമംഗലം സ്വദേശിയായ ഒരു വീട്ടമ്മ. ഇലഞ്ഞിമറ്റത്തെ മണിയമ്മ സോമന്റെ കലാസൃഷ്ടികൾ കാണാം. മണിയമ്മയ്ക്ക് ഉപയോഗശൂന്യമായതായി ഒന്നുമില്ല.
പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക് ചാക്കുകൾ, കവറുകൾ, കുപ്പികൾ, സിറിഞ്ചുകൾ, തെർമോക്കോൾ, മുട്ടത്തോട്, പേപ്പർ തുടങ്ങി കിട്ടുന്നതെന്തും മണിയമ്മ ഫലപ്രദമായി ഉപയോഗിക്കും. 6 മാസം മുൻപ് ഒരു ദിവസം കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കൂടിൽ യാദൃച്ഛികമായി നടത്തിയ പരീക്ഷണം വിജയം കണ്ടതാണ് മണിയമ്മയ്ക്ക് ആവേശം നൽകിയത്. സ്വന്തം വീട്ടിൽ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തികയാതെ വന്നതോടെ അയൽ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പക്കൽ നിന്നും പ്രഭാത നടത്തത്തിനിടെ വഴിയിൽ നിന്നും ലഭിക്കുന്നവയും ശേഖരിച്ചാണ് മണിയമ്മ കലാപ്രവർത്തനം തുടരുന്നത്. വീടിന്റെ വരാന്തയും സ്വീകരണ മുറിയുമെല്ലാം കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. നല്ലൊരു കവയത്രി കൂടിയായ മണിയമ്മ 400ഓളം കവിതകളും എഴുതിയിട്ടുണ്ട്. അവ സമാഹാരമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുടുംബം പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്ന് മണിയമ്മ പറയുന്നു. പൊതുരംഗത്തും സജീവമാണ്. 5 വർഷം മുൻപ് ഹൈറേഞ്ചിൽ നിന്ന് പുളിന്താനത്ത് താമസം തുടങ്ങിയ മണിയമ്മയും ഭർത്താവ് സോമനും ഇപ്പോൾ CPIM പറമ്പശ്ശേരി ബ്രാഞ്ച് അംഗങ്ങളാണ്. പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകുക മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണവും ഇതിലൂടെ മണിയമ്മ ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കിയിൽ റോഡ് നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകിയതായി ആരോപണം. നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണമുയർന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡ് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തിനൊടുവിലാണ് നവീകരിക്കാൻ നടപടിയായത്. 4.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിനായി 5.5 കോടി രൂപ അനുവദിക്കുകയും 2023 ടെൻഡർ നടപടി പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. 11 മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ കുറച്ചു ഭാഗത്ത് മണ്ണ് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടി ഉണ്ടായില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറുകാരൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കരാർ പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 2025 ഒക്ടോബർ മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് PWD അദ്ദേഹത്തിന് കരാർ പുതുക്കി കൊടുത്തിരിക്കുന്നത്. എങ്ങനെ സംഭവിക്കും? എത്ര ഇവിടെ മാജിക്ക് കാണിച്ചെന്ന് പറഞ്ഞാലും ഇനി 2 മാസം കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പൊ കരാറുകാരൻ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA പോലും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. കാരണം ഇത്രയും നിരുത്തരവാദിത്വപരമായി ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു നടപടിയാണ് ഈ കരാറുകാരൻ കാണിച്ചിരിക്കുന്നത്. ആദ്യ കരാർ അവസാനിച്ചതോടെ കരാർ പുതുക്കിയും നൽകി. പുതിയ കരാറിന്റെ കാലാവധിയും 2 മാസത്തിനുള്ളിൽ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ കാലാവധിക്കുള്ളിൽ നിർമ്മാണം എങ്ങുമെത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കട്ടറുകൾക്ക് പുറമെ പല ഭാഗത്തും മണ്ണ് ജോലികൾ ചെയ്തിരിക്കുന്നതിനാൽ മഴ ശക്തമാകുമ്പോൾ കാൽനട പോലും സാധ്യമാകാതെ വരും. ന്യൂസ് 18 ഇടുക്കി. പലകുറി പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാവാണ് VD സതീശനെന്നും എന്നാൽ കഴിവുള്ളവരെ അധികകാലം മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നതിന്റെ തെളിവാണ് സതീശന് ലഭിച്ച പ്രതിപക്ഷ നേതൃസ്ഥാനമെന്നും മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തൃശൂരിൽ പ്രഥമ MA ജോൺ പുരസ്കാരം VD സതീശന് സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആദർശങ്ങളിലും നിലപാടുകളിലും ഒരിക്കലും വെള്ളം ചേർക്കാത്ത നേതാവായിരുന്നു MA ജോൺ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവതലമുറ MA ജോണിനെ പോലുള്ളവരെ മാതൃകയാക്കണമെന്ന് പുരസ്കാരം സ്വീകരിച്ച് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രധാനമാണെന്നും എന്നാൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചല്ല ജയിക്കേണ്ടതെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. KV ദാസൻ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി ജോസ് തെറ്റയിൽ, ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, ജോസ് C ജേക്കബ്, ജോൺ ജോസഫ്, MS ശിവരാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കിൻഡർ ഹോസ്പിറ്റൽ കൊച്ചി NBH അംഗീകാരം ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറലും കിൻഡർ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പിന്റെ പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. മികച്ച ആരോഗ്യ പരിചരണത്തിനും ഗുണനിലവാരത്തിനും ലഭിക്കുന്ന NBH അംഗീകാരമാണ് കിൻഡർ ഹോസ്പിറ്റൽ കൊച്ചിക്ക് ലഭിച്ചത്. നിലവിൽ കൊച്ചി, ചേർത്തല, ആലപ്പുഴ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് പുറമെ കൊല്ലം, മാലക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ കിൻഡർ ഹോസ്പിറ്റൽസ് പ്രവർത്തനം ആരംഭിക്കും. കോഴിക്കോട്, എടപ്പാൾ എന്നിവിടങ്ങളിൽ പ്രമുഖ ആശുപത്രികളുമായി ചേർന്ന് ഉടൻ തന്നെ പുതിയ സെന്ററുകളും അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരം, കോട്ടയം എന്നിവിടങ്ങളിലും കിൻഡർ ഹോസ്പിറ്റലുകളും തുടങ്ങുമെന്ന് കിൻഡർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ VK പ്രദീപ് കുമാർ അറിയിച്ചു. കിൻഡർ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് CEO രഞ്ജിത്ത് കൃഷ്ണൻ, സതീഷ് കുമാർ, ആന്റോ ട്വിങ്കിൾ എന്നിവർ പങ്കെടുത്തു.
കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊല്ലം കിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻ പിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സമുദ്രതീരം വയോജന കേന്ദ്രത്തിലെ അന്തേവാസികളും പ്രദേശവാസികളും ഉൾപ്പെടെ 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ബ്രാൻഡായ ഒപ്റ്റിമയും പിട്ടാപ്പിള്ളി ഏജൻസീസും കൈകോർക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഒപ്റ്റിമ എക്സ്പീരിയൻസ് സോൾ ഇടപ്പള്ളി പിട്ടാപ്പിള്ളിൽ ഷോറൂമിൽ ആരംഭിച്ചു. ഒപ്റ്റിമ ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഖുറൈഷ് ദാദാഭായിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പിട്ടാപ്പിള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, സിഇഒ കിരൺ വർഗീസ്, ഡയറക്ടർമാരായ മരിയ പോൾ, അജോ തോമസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ, ഒപ്റ്റിമ ഇന്റർനാഷണൽ ജനറൽ മാനേജർ ബാബു വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒപ്റ്റിമയുടെ ഹോം കിച്ചൺ, സ്മോൾ ഡൊമസ്റ്റിക് അപ്ലയൻസുകൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാനും വാങ്ങാനും എക്സ്പീരിയൻസ് സോണിലൂടെ സാധിക്കുമെന്ന് പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ബ്രാൻഡായ ഒപ്റ്റിമ ഗൃഹോപകരണ രംഗത്തും കിച്ചൺ അപ്ലയൻസ് രംഗത്തും വളരെ ഫേമസ് ആണ്. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, GCC കൺട്രീസിലും ആഫ്രിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വരെ എത്തിയിട്ടുള്ള ഒപ്റ്റിമയുടെ പാർട്ണറാകാൻ സാധിച്ചു. ഒപ്റ്റിമയുടെ ഒരു പാർട്ണർ, ഒരു മെമ്പറായി മാറി. ഇന്ന് മുതൽ ഇവിടെ പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒപ്റ്റിമയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ബ്രാൻഡ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ, അത് മാത്രമേ വിൽക്കുള്ളൂ. അതിന്റെ സർവീസിന് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ബ്രാൻഡ് എന്നുള്ള നിലയിൽ ഈ ബ്രാൻഡ് പിട്ടാപ്പിള്ളിക്ക് അസോസിയേറ്റ് പറ്റി തിരിച്ചറിയുകയും ആ ബ്രാൻഡിന്റെ ഒരു ഒരു ഓണർഷിപ്പ്, ഒരു പാർട്ണർഷിപ്പ് ഞങ്ങൾ എടുക്കുകയും ചെയ്തു. വേൾഡ് വൈഡ് ഇന്ത്യയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റോറാണ് ഇന്നിപ്പോൾ ഇവിടെ എറണാകുളത്ത് പിട്ടാപ്പിള്ളി ഷോറൂമിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9295, പവന് 74,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7675, പവന് 61,400. വെള്ളി ഗ്രാമിന് 124, കിലോ 1,24,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോർട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.